കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പത്തനംതിട്ടയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലെ അത്ഭുത സൗഖ്യങ്ങൾ, വചന ശുശ്രൂഷയൊക്കെ ആയിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു അത്ഭുത സാക്ഷ്യം ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട TV പ്രേക്ഷക മീറ്റിങ്ങിൽ വന്ന് പറഞ്ഞതാണ്. വർഷങ്ങൾക്ക് മുമ്പ് റാന്നിയിലൊരു വലിയ മെഗാ മീറ്റിംഗ് നമ്മൾ റാന്നി ഇട്ടിയപ്പാറ ഗ്രൗണ്ടിൽ നടത്തിയിരുന്നു. 4 ദിവസം ആ മീറ്റിംഗ് വെച്ചത്. പക്ഷേ ഭയങ്കര മഴയായിരുന്നു. മഴയത്തും രോഗസൗഖ്യവും വിടുതലുകളും നടന്നപ്പം നാട്ടുകാർ പറഞ്ഞു മീറ്റിംഗ് നിർത്തരുത്, നീട്ടണം. 4 ദിവസത്തെ മീറ്റിംഗ് വീണ്ടും 3 ദിവസം കൂടെ നീട്ടി. ആ മീറ്റിങ്ങിൽ ഒരു അത്ഭുത സൗഖ്യം വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടൊരു വ്യക്തിയെ കർത്താവ് വിടുവിച്ചു. ആ അത്ഭുത വിടുതൽ മറ്റനേക സാക്ഷ്യങ്ങൾ നമ്മളിന്ന് കേൾക്കും. ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കും. നമുക്ക് പത്തനംതിട്ടയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലേക്ക് പോകാം. ഗോത്രത്തിന്റെ രാജസിംഹം തന്റെ അകത്തുള്ള ആത്മാവിനെ, തന്റെ അകത്തുള്ള വചനത്തെ, തന്റെ പവറിനെ തന്റെ മക്കളുടെ മേൽ ആവസിപ്പിച്ച് ഇനി വിഷയങ്ങളൊന്നും നിന്നെ തൊടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, വചനത്തിലുള്ള ബലത്താൽ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ജയകരമായ ജീവിതവും മാത്രമല്ല, ഈ ലോകം കൊണ്ട് തീരുന്നല്ല, മനുഷ്യന്റെ അസ്തിത്വം വരുവാനുള്ളതിൽ നിത്യസന്തോഷത്തിൽ, നിത്യസ്വർഗത്തിൽ പിതാവിനോടൊപ്പം വാഴ്ചയും. ഇതാണ് ഈ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് എന്ന TV പ്രോഗ്രാമിൻ്റെ ബേസിക് സന്ദേശം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ സന്ദേശം ലോകം മുഴുവൻ അറിയണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹെവൻലി ഫീസ്റ്റിൻ്റെയോ ഒരു പ്രത്യേക സഭയുടെയോ പദ്ധതിയല്ല. യേശു പറഞ്ഞു, ഈ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. പ്രസംഗിക്കപ്പെടാവോ എന്ന് ഞാൻ നോക്കുമെന്നല്ല, പിന്നെ പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. യേശു വരും. തന്നിൽ വിശ്വസിച്ചവരെ ചേർക്കാൻ രാജാധിരാജാവായി നമ്മുടെ കർത്താവ് മേഘാരൂഢനായി വേഗം വരുന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ആ വരവിന് മുമ്പ് എന്തൊക്കെ നടക്കുമെന്ന് യേശുവും അപ്പോസ്തലന്മാരും പറഞ്ഞോ, പ്രവാചകന്മാർ പറഞ്ഞോ, അത് മുഴുവൻ നമ്മുടെ കൺമുന്നിൽ അക്ഷരാർത്ഥത്തിൽ നിവൃത്തിയാകുമ്പോൾ, ലോകത്തിലെ ഭീകര സംഭവങ്ങൾ കേൾക്കുമ്പോൾ ലോകമനുഷ്യർക്ക് നിരാശയും പരിഭ്രമവും. എന്നാൽ ദൈവവചനം പറയുന്നു, ദൈവമക്കൾക്ക് ഈ പ്രതിസന്ധി കാണുമ്പോൾ പരിഭ്രമമല്ല, ഞങ്ങളുടെ നാഥൻ്റെ വരവ് അടുത്തല്ലോ, ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തല്ലോ എന്നോർത്ത് അവർ നിവർന്ന തലകൾ ഉയർത്തുകയാണ്. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു. രക്ഷിക്കപ്പെടുക എന്നെല്ലാവരും പറയുമെങ്കിൽ ഞാൻ പറയുന്നത് രക്ഷപ്പെട്ട ആൾ എന്തോ ചെയ്തു? അടുത്തിരിക്കുന്ന ആൾ പറയാം, യേശുവിലാണോ വിശ്വസിച്ച്? രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, നിങ്ങളുടെ ഉള്ളിൽ ആകുല ചിന്തപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഒന്നും പേടിക്കേണ്ട. യേശുവിലല്ലേ വിശ്വാസം. രക്ഷപ്പെട്ടു. കൈ കൊടുത്ത് പറ, രക്ഷപ്പെട്ടെന്ന് പറ. മാത്രമല്ല, സ്തോത്രം, മരണമെന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ കാണണമല്ലോ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവ്. അതാണല്ലോ പിന്നെ ലോകത്തിന് മുഴുവൻ വലിയൊരു ചോദ്യചിഹ്നം. അതും ഓർക്കണ്ട, അവിടവും കടന്ന് അക്കരെ പോയി. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് അക്കരെ പോയ പോലെ നമ്മൾ ഇനി അക്കരെ പോകാൻ പോവല്ല. യേശുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ സ്വർഗസ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. ശരീരമേ ഉള്ളിവിടെ. അടുത്തിരിക്കുന്ന ആൾ പറയാം, എൻ്റെ ശരീരമേ ഉള്ളിവിടെ. ഞാനിപ്പോൾ തന്നെ, പൗലോസിൻ്റെ ഭാഷ പറഞ്ഞ, ഞാൻ മരിച്ചു, എൻ്റെ ജീവൻ
ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. വേറെടുത്ത് പറയണം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ ജീവിക്കുന്നതോ ഞാനല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്വർഗത്തിലും ഇപ്പൊ ക്രിസ്തു എന്നിലും. ഞാൻ അവിടെ ഇരിക്കുക, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ക്രിസ്തു ഇവിടെ ഇരിക്കുക. അടുത്തിരിക്കുന്ന ആൾ പറയാം, നിങ്ങൾ അവിടെ. ഒന്ന് പറഞ്ഞ, നിങ്ങൾ അവിടെ. എന്നിട്ട് പറയാ, ക്രിസ്തു നിങ്ങളിൽ. കാര്യങ്ങൾക്ക് എന്ത് എളുപ്പമുണ്ട്? നിങ്ങൾ അവിടുത്തെ കാര്യം നോക്ക്, കർത്താവ് ഇവിടുത്തെ കാര്യം നോക്കട്ടെ. ഒന്ന് പറഞ്ഞ് പറ. ഈ പാറ്റേൺ തെറ്റിക്കരുത്. നിങ്ങൾ അവിടുത്തെ കാര്യം നോക്കുക, പിന്നെ ആ കർത്താവ് ഇവിടുത്തെ കാര്യം നോക്കട്ടെ. ഇപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ, കർത്താവെ നീ അവിടുത്തെ നോക്കിയോ, ഞാൻ ഇവിടുത്തെ ഒന്ന് നോക്കട്ടെന്ന്. നോക്കിയിട്ടൊട്ട് നടക്കുന്നുമില്ല. എൻഡ് ഓഫ് ദ ഡേ തലയും ചുറ്റി പ്രയാസപ്പെട്ട് നിരാശപ്പെട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കൊലോസ് ലേഖനം 3:1 പറഞ്ഞ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അടുത്തിരിക്കുന്ന ആളോട് പറ, ഇരുത്തിയിടത്തിരിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ബസ്സിലൊക്കെ കാണാറുണ്ട്, കൈയും തലയും പുറത്തിടരുത്, അവിടെ ഇരുന്നോണം. സ്പിരിച്വലി, ചിന്തയിൽ, മാനസികമായി അവിടെ അങ്ങ് ഇരുന്നോണം. വിശ്വാസത്താൽ അവിടെ ഇരുത്തിയിരിക്കുന്നത്. വെറുതെ ആലങ്കാരിക ഭാഷയല്ല. എല്ലാ ദൈവമക്കളും യേശുവിനെ സ്വീകരിച്ച നിമിഷം അവരുടെ സ്പിരിറ്റ് ദൈവത്തോട് കൂടെ. നമ്മൾ ഹയർ പൊസിഷനിലായിരിക്കുന്നത്, ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റിയുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾക്കും വേണേ പറയാം, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവരൊക്കെയാണ് എൻ്റെ കമ്പാനിയൻസ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, വചനം പറയുന്നു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവരൊക്കെ ആയിട്ടാ അവിടെ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുക. മാത്രമല്ല എന്നെ ഇരുത്തിയിരിക്കുക. ഇരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി തീർന്നെന്ന, വിശ്രമം തുടങ്ങിയെന്ന. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അവൻ പറയണേ, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കേ. അടുത്തിരിക്കുന്ന ആൾ പറയാം, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കേ. അപ്പൊ തന്നെ ഗലാത്യർ 2:20 പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജഡത്തിൽ ഞാനിവിടെ ജീവിക്കുന്നതോ ഞാനല്ല. പറ, ജഡത്തിൽ ജീവിക്കുന്നതോ ഞാനല്ല, പിന്നെ ക്രിസ്തു അത്രേ. അപ്പൊ എൻ്റെ ഇവിടുത്തെ കാര്യം ക്രിസ്തു നോക്കും, അവിടുത്തെ കാര്യം ഞാനും നോക്കും. അവിടെ പാട്ടുമൊക്കെ പാടിയിരിക്കുക. ചിലർ ഈ പാടാത്ത എന്താണെന്നറിയോ, മുഖമൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന ഇവർ ഭൂമിയില്ല. ചിലരെന്തോ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനകത്ത് പാട്ട് പാടുന്ന കാണാം. അവരെവിടാ? സ്വർഗത്തില. കൈവിടുത്തവർ ഇരുട്ടിയടത്തിരിക്കണമെന്ന് പറയാം. ഇത് നമ്മുടെ മൊത്തം കാര്യങ്ങൾ നമ്മളങ്ങ് ഇടപെട്ടാൽ പിന്നെ കർത്താവ് എങ്ങനെ ഇടപെടുന്നത്? കർത്താവെ ചില പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയോ? കർത്താവ് ഇടപെടാനല്ല, ഒരു മനസമാധാനത്തിന്. എൻ്റെ കർത്താവേ വിഷയമാണ്, ഇന്നതാണ് ഇതാണ് എന്നെല്ലാം പറയും. എന്നിട്ട് ഇവർ തന്നെ അതിനകത്ത് ഓടി നടക്കുക. അതായത് നമ്മളൊരു ഓഫീസിൽ ഒരാളുടെ കയ്യിൽ ഒരു ഫയൽ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാറ് പറഞ്ഞു, എല്ലാം ഞാൻ ചെയ്തോളാം, ധൈര്യമായിട്ട് പൊക്കോ. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പം പുള്ളി കാണാതെ ആ ഓഫീസിൽ കയറി ഫയലെല്ലാം എടുത്ത് നോക്കിയാലോ? പറഞ്ഞേ, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. ആ ആൾ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം. പിന്നെ നമ്മളെന്ത് ചെയ്യണം? ഇങ്ങോട്ട് പോരണം. ഇന്നാൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാൾ കയറി, ആരും അറിഞ്ഞില്ല. പുള്ളി നോക്കിയപ്പോൾ മുഖ്യമന്ത്രിയുടെ കസേരയിലൊക്കെ ഇരുന്ന് ഫയലൊക്കെ നോക്കുക. ഈ കർത്താവിനെ ഏൽപ്പിച്ച കാര്യത്തിൽ പിന്നെയും വിചാരപ്പെടുന്നവർ ഇതുപോലെ. ഹലോ, കർത്താവിനെ ഏൽപ്പിച്ച ഫയൽ പിന്നെയും വിചാരപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിയ മനോരോഗിയെ പോലെയാ. ഹലോ, അതുകൊണ്ട് അങ്ങോട്ട് ഏൽപ്പിക്കുക, സ്വസ്ഥനാകുക. അതാണ് ഫിലിപ്പിയ ലേഖനം 4 ജയിലിൽ കിടക്കുന്ന പൗലോസ് പറയാ, സന്തോഷിപ്പീൻ. എവിടാ പുള്ളി കിടക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ചുമ്മാ സന്തോഷിപ്പീൻ. ആളെവിടെ ഇരിക്കുക? പറഞ്ഞേ. എഫേസ് ലേഖനം എവിടെ പറയും? നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ. അതെങ്ങനെയാ പൗലോസ്? നിങ്ങൾ ജയിലിൽ കിടക്കുകയല്ലേ? എഫേസ് ലേഖനം എവിടെ നിന്ന് എഴുതിയതാ? ഞാൻ ജയിലിലാന്ന് നിങ്ങൾക്ക് തോന്നുക, ഞാൻ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുക, ഞാൻ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുക. ഫിലിപ്പിയരോട് പറയാം, നിങ്ങൾ ഒത്തിരി പ്രതിസന്ധിയിലൂടെ പോവുക അല്ലേ? സന്തോഷിപ്പീൻ. കണ്ടില്ലേ, ഞാനിവിടെ ജയിലിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യുക? സന്തോഷിക്കുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിനെ
അറിയിക്കുക എത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കൂടെയല്ലേ ഇരിക്കുന്നത്, ഉയരത്തിലല്ലേ ഇരിക്കുന്നത്, അങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അപ്പോൾ പ്രശ്നക്കാരൻ ബുദ്ധിയാകട്ടോ, കവിയണം, ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനം പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലുണ്ട്. പ്രാർത്ഥിച്ചാൽ പോരാ, പ്രാർത്ഥിച്ച് കാര്യം അങ്ങോട്ട് കൊടുക്കണം. ചിലർ പ്രാർത്ഥനയെ ഒരു കർമ്മമാക്കി അവരെന്ത് ചെയ്യുന്ന അറിയാം, പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കും. ടി വി കാണുന്ന എല്ലാ ദൈവദാസന്മാരെയും വിളിച്ചെന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. ഇന്നലെ ഒരു സഹോദരി ഒരേ പ്രാർത്ഥനാ വിഷയം 3 തവണ എന്നെ വിളിച്ചു. 3ാമത്തെ തവണ പറഞ്ഞപ്പോൾ ഞാൻ അവരോടൊന്ന് വചനം പഠിപ്പിച്ചുകൊണ്ട് അല്പം ഞാൻ പരുഷ ശബ്ദത്തിൽ പറഞ്ഞു. ആ സഹോദരി ഓർത്ത് കാണും എനിക്കതാണ്ട് അവരോട് അരിശം വന്നു. ഒരരിശമല്ല. ഞാൻ പറഞ്ഞു, സഹോദരി, കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കയിൽ ചോദിക്കുമ്പോൾ മറ്റ് ജനതകൾ ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യരുത്. ആവർത്തിച്ച് ഉരുവിടേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യം എന്നതാണെന്ന് സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. അതേ കർത്താവ് പറയാണ്, ആകാശത്തിലെ പറവകളെ നോക്കിക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, വൈകിട്ട് എന്തോ കഴിക്കുമെന്നൊട്ട് അറിയാനും മേല. ഇവിടെ നമ്മളൊക്കെ വളരെ ഭാരത്തിലാണ് വന്നിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾ തന്നെ രാവിലെ നല്ല വീട്ടിൽ കഴിച്ചിട്ടല്ലേ വന്നെന്ന് ചോദിച്ചു. ഇനി ആ കയ്യെ ചെറുതായിട്ടൊന്ന് ഞെക്കി ചെറിയൊരു വേദന കൊടുത്തിട്ട് ചോദിച്ചേ, ഉച്ചക്കത്തെ റെഡി അല്ലേന്ന് ചോദിച്ചേ. നമ്മൾ ദൈവമക്കളുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾ നാളെക്കുറിച്ച്, ഇപ്പം നമുക്ക് നാളെക്കുറിച്ച് വിചാരമില്ല, നാളത്തെ എല്ലാം ഓക്കെ, നാളെ കഴിഞ്ഞതിനെ കുറിച്ചാണ് ഇപ്പം വിചാരം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പിന്നെ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും അവ നല്ല പറന്ന് നടക്കുന്നു. ഏതേലും പറവ ഒരു ഇലക്ട്രിക് പോസ്റ്റേലോ വല്ലതും താടിക്ക് കൈ കൊടുത്ത് എൻ്റെ കാര്യം എങ്ങനെ ആവുമെന്ന് ഓർത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ദേ ആർ സിംഗിങ്. അത് തന്നെയാണ് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. അപ്പോൾ ഈ സ്വർഗീയ സ്ഥലങ്ങളിലുള്ളത് ഇവിടെ അനുഭവിക്കണമെങ്കിൽ ബുദ്ധി പറ്റത്തില്ല, ആത്മാവിലാകണം. അതിനായി ആത്മാവിൽ നിറയണമെന്ന് പറയുന്നു. നമ്മൾ വായിക്കുന്നു, ഈ ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ശേഷം ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ട് പോയി. പറന്നാ പോയെ. എങ്ങനെയാ പോയെ? ഹലോ, നടപ്പിൻ്റെ പ്രയാസം വല്ലതും അറിഞ്ഞോ? പിന്നെന്ത് ചെയ്തു? ആത്മാവിലൊന്നായിക്കേ, ഒന്നും അറിയത്തില്ല, ഒരു വിഷയം അറിയത്തില്ല. ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ആത്മാവിൽ നിറഞ്ഞവരെ കണ്ടപ്പോൾ ജനങ്ങൾ പറഞ്ഞവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു. നിങ്ങൾ മദ്യപിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു എല്ലാം ഒന്ന് മറക്കാനാ. എന്നാൽ ഈ ലോകത്തിൻ്റെ മദ്യം മറന്നതെല്ലാം പിന്നെ ഓർപ്പിക്കും, ശരീരത്തെ നശിപ്പിക്കും. എന്നാൽ കർത്താവ് നിങ്ങളോടും എന്നോടും പറയുന്നത് കുടി നിർത്തരുത്, ബ്രാൻഡ് മാറ്റണമെന്നാ. കൈ കൊടുത്ത് പറ, കുടി നിർത്തരുത്. ശരീരം നശിപ്പിക്കുന്ന, ഭാവി നശിപ്പിക്കുന്ന സാധനം കുടിക്കരുത്. കർത്താവാകുന്ന മുന്തിരി കാൽവറിയാകുന്ന ചക്കിൽ അരയ്ക്കപ്പെട്ടപ്പോൾ മാനവജാതിക്ക് വേണ്ടി ഒരു പുതിയ വീഞ്ഞ്, പുതിയ വീഞ്ഞ്, പുതിയ വീഞ്ഞ്. അതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എബ്രായലേഖനം പറഞ്ഞ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി അതിവിടെ വെച്ച് ആസ്വദിക്കാം. ഹലോ, എന്തുകൊണ്ടാണ് ദൈവമൊക്കെ സന്തോഷിക്കാൻ കഴിയാത്ത? അവർ ജഡത്തിലാണ്, മനുഷ്യരെ പോലെ കാര്യങ്ങളെ നോക്കുന്നു. അതേ കാര്യത്തെ ആത്മാവിൽ നോക്കിക്കേ. നിനക്കെതിരെ വരുന്ന കല്ല് ബുദ്ധി നോക്കിയാൽ നിന്നെ തകർക്കുമെന്ന് തോന്നും, ആത്മാവിൽ നോക്കിയാൽ ഒരു പൂവാ വരുന്നതെന്ന് തോന്നും. നിനക്കെതിരെ ആരോ പാര വെച്ചു. ഇപ്പോഴത്തെ ഒരു വാക്കാണ്, ഏത് വെച്ചു? പാര വെച്ചു. എന്നാൽ ആത്മാവിൽ ആ പാരയെ ഒന്ന് നോക്കിക്കേ, നിന്റെ കയ്യിൽ ഒരു രാജദണ്ഡായിട്ട് അത് മാറുന്നത് കാണും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2:9 പറഞ്ഞ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അടുത്ത വാക്യം, നമുക്കോ തൻ്റെ ആത്മാവിനാൽ ആ ഒരുക്കിയത് കാണിച്ചു തന്നിരിക്കുന്നു. അതിൻ്റെ മുകളിൽ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ, ഈ ലോകത്തിലെ അധികാരികളും പിശാചുക്കളും അവരോർത്തില്ല ഈ ക്രൂശിലൂടെ
ഇവർക്കൊരു വലിയ അനുഗ്രഹമുണ്ടെന്ന് ആരോർത്തില്ല? പിശാച് ഓർത്തില്ല. ഓർത്തിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ല. അപ്പൊ പിശാച്, ശത്രു ഈ ശിഷ്യന്മാരെ, യേശുവിൻ്റെ ആൾക്കാർക്ക് അവരെ പ്രശ്നത്തിലാക്കാനാണ് ഈ ക്രൂശീകരണം എന്ന കുഴപ്പം കൊടുത്തത്. പക്ഷെ അതിനകത്ത് തന്നെ അനുഗ്രഹം ഒരുക്കി. ആത്മാവിലാകുന്ന ദൈവവൈദ്യന്റെ കുഴപ്പങ്ങൾക്കകത്ത് അനുഗ്രഹം കാണാം. തകർക്കാൻ വന്ന തിരമാല നിന്നെ ഉയർത്തുന്ന സ്റ്റെപ്പുകളായി നിനക്ക് കാണാം. ഇപ്പൊ പിടി കിട്ടിയോ? ഈ സ്വർഗത്തിൽ ഇവിടെ ജീവിക്കാം. കൈകൊടുത്ത് പറഞ്ഞ സ്വർഗത്തിൽ ഇവിടെ ജീവിക്കാം. സ്വർഗത്തിന്റെ ഒരു ഭാഗം മുറിച്ച് ഈ ലോകത്ത് കൊണ്ടുവന്ന് അതിനകത്ത് അങ്ങ് ജീവിച്ചോണം. മൊത്തം പ്രതിസന്ധിയാ. വീട്ടിൽ പ്രതികൂലമാ, നാട്ടിൽ പ്രതികൂലമാ, അവര് വഴക്കാ, ഇവര് പ്രശ്നമാ, സാമ്പത്തിക പ്രതിസന്ധിയാ, ബിസിനസ് പ്രശ്നങ്ങളാ. ഇതെല്ലാം ഉള്ളപ്പോഴും നീ എന്ത് ചെയ്തോണം? സ്വർഗത്തിന്റെ ഒരു സ്വല്പം മുറിച്ച് ഇവിടെ കൊണ്ടുവരണം. അതിനാ പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറയുന്നത്. കവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ജയിലിൽ കിടക്കുമ്പോഴും ശരീരം മുറിവേറ്റിരിക്കുമ്പോഴും അവര് പാടി സ്തുതിക്കുക. അവര് പാടി സ്തുതിച്ചപ്പോൾ സ്വർഗം അങ്ങോട്ട് വിശാലപ്പെട്ടു. നിന്നിൽ കൂടെ സ്വർഗം അങ്ങോട്ട് വിശാലപ്പെട്ട് ചങ്ങലകൾ പൊട്ടി. ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നിലൂടെ ഇറങ്ങി വന്നപ്പോൾ അവരുടെ ശരീരങ്ങളിൽ കെട്ടിയിരുന്ന കെട്ടുകൾ പൊട്ടി. ആ ആരാധന കേട്ടോണ്ടിരുന്നവരുടെ കൂടെ ചങ്ങല പൊട്ടി. അടുത്തിരിക്കുന്നവരുടെ പറഞ്ഞ സാഹചര്യം നിന്നെ മാറ്റും മുമ്പേ നീ സാഹചര്യത്തെ മാറ്റിമറിക്കുക. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ ഇന്നലത്തെ പ്രസംഗത്തിലും പറഞ്ഞായിരുന്നു, ഈ ലോകത്തിലെ പ്രശ്നങ്ങളാകുന്ന പൂച്ച നമ്മളെപ്പോലെ, നമ്മളൊക്കെ പറഞ്ഞു ഞാൻ പൊടിയാണേ, പുഴുവാണേ, മണ്ണാണേ, മണ്ണാങ്കട്ടയാണേ എന്നല്ലേ പറയുന്നത്. അതാണല്ലോ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളായിട്ട്. ഞാൻ അതിന് പറയാം എലിയാണേ. ഇതുവരെ ആരും ഉപയോഗിക്കാത്തൊരു പ്രാർത്ഥനാവാചകം ഞാൻ പറയാം, ഞാൻ എലിയാണേ. വിഷയങ്ങളാകുന്ന പൂച്ച, നമ്മളാകുന്ന എലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഓടി യേശുവിനടുത്ത് ചെല്ലുമ്പോൾ ഞാൻ കാര്യം പറയാം, പൂച്ചയെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ചെന്നത്. പക്ഷെ കർത്താവ് പൂച്ചയെ കൈകാര്യം ചെയ്യത്തില്ല, നിന്നെ അങ്ങ് സിംഹമാക്കും. അടുത്തിരിക്കുന്ന ആൾ പറയാം, നിന്റെ പ്രശ്നങ്ങളല്ല മാറ്റിത്തരുന്ന, നിന്നെ ആള് മാറ്റുകയാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. ഓ, കരം അടിച്ചു കർത്താവിനെ സ്തുതിക്കാം. അടുത്തിരിക്കുന്ന ആളോട് പറയാം, എലി പോലിരുന്ന നീ ഇപ്പം പുലി പോലായല്ലോ. ആഹാ, അതാണ് യേശു കർത്താവ് ചെയ്യുന്നത്. യഹൂദ ഗോത്രത്തിന്റെ രാജസിംഹം തൻ്റെ അകത്തുള്ള ആത്മാവിനെ, തൻ്റെ അകത്തുള്ള വചനത്തെ, തൻ്റെ പവറിനെ തൻ്റെ മക്കളുടെ മേൽ ആവസിപ്പിച്ച് ഇനി വിഷയങ്ങളൊന്നും നിന്നെ തൊടത്തില്ല. നിന്നെ കണ്ട് വിഷയങ്ങളോടും. കരങ്ങൾ തട്ടി വായ് തുറന്ന് കർത്താവിനെ ആർപ്പോടെ ഒന്ന് സ്തുതിച്ച് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ് യേശുവേ നാമം വിളിച്ചോണ്ടിരിക്കുമ്പോൾ കൈ ഉയർത്താൻ മേലെ കൈ ഉയർത്തിക്കോണം, കുനിയാൻ മേലെ കുനിഞ്ഞോണം. സൗഖ്യമാകട്ടെ. എൻ്റെ പേര് ലിസി. ഞാൻ കോന്നി ചർച്ചിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 2004 എൻ്റെ രണ്ടാമത്തെ മോൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഉണ്ട് ഇരിക്കുന്നു വെള്ള ടീഷർട്ട്. മോൾ ഉണ്ടായി കഴിഞ്ഞപ്പം തുടങ്ങി ഉറക്കമില്ല. പിന്നെ രാത്രി ഞാൻ കഥകിൻ്റെ അവിടെ പോയിരിക്കും. എനിക്ക് ഭയമാണ്. എന്തെങ്കിലും അനക്കം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരത്തില്ല. അപ്പോൾ എൻ്റെ മൂത്ത മോൾ പറയും, മമ്മിക്ക് സെക്യൂരിറ്റിയുടെ ജോലിയാണ് രാത്രിയിലെന്ന് പറയും. രാത്രിയിൽ ഉറക്കമില്ല, പകലും ഉറക്കമില്ല. അങ്ങനെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവരെനിക്ക് കാമ്പോസിൻ്റെ ഗുളിക തന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിച്ചാൽ പോലും ഞാൻ രാത്രിയിൽ ഉറങ്ങത്തില്ല, പകലും ഉറങ്ങത്തില്ല. 2006 എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞു, അമ്മമ്മ ഇതുപോലെ റാന്നിയിലൊരു ക്രൂസൈഡ് നടക്കുന്നുണ്ട്, അമ്മമ്മ ഒന്ന് പോയി നോക്ക്. അനിയൻ എന്നോട് പറഞ്ഞ നിമിത്തം ഞാൻ അവിടെ പോയി. അവിടെ ഞങ്ങൾ വന്ന് കയറുന്ന സമയത്ത് തോമസ് കുട്ടിയും തങ്ക് ബ്രദറും കൂടെ ഒന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ചാടി എഴുന്നേറ്റു. അന്ന് ഞാൻ ഉറങ്ങാൻ തുടങ്ങിയത്. ഇന്ന് വരെ എൻ്റെ ഉറക്കം കർത്താവൊക്കെ എടുത്തിട്ടില്ല. ഇന്ന് സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് കട്ടിൽ കിട്ടിയാൽ മതി. എത്ര നാൾ ഈ ഉറക്ക പ്രശ്നം ഉണ്ടായിരുന്നു? 2004 തുടങ്ങി 6 വരെ ഉണ്ടായിരുന്നു. 6 എനിക്ക് സൗഖ്യം കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് വരെ ഒരു 10 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. കാരമടിച്ചൊന്ന് കർത്താവിനെ. അതുപോലെ 2011 എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പിടിച്ചു. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അസ്ഥികൾക്കെല്ലാം ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് 17 ദിവസം എനിക്ക് സന്ധിവാതമാണെന്ന് പറഞ്ഞ് അവർ ചികിത്സിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ മഞ്ഞപ്പിത്തമാണെന്ന് എൻ്റെ ശരീരത്ത് പോലും അറിയത്തില്ല, യൂറിനിൽ അറിയത്തില്ല, കണ്ണിൽ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല.
അവസാനം എനിക്ക് ഒരു പാത്രം പോലും എൻ്റെ കൈ കൊണ്ട് എടുക്കാൻ വയ്യ. എൻ്റെ വലിയ മോൾ എന്നെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് പുഷ്പഗിരി ചെന്ന് കഴിഞ്ഞപ്പോൾ 5 ഡോക്ടർമാർ, 5ാമത്തെ ഡോക്ടറാണ് വന്ന് എൻ്റെ അസുഖം കണ്ടുപിടിക്കുന്നത്. അവിടുന്ന് അപ്പോഴത്തേക്ക് 28 ഹെപ്പറ്റൈറ്റിസ് ബി. അവിടുന്ന് എൻ്റെ കർത്താവിനെ പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ സൗഖ്യത്തോടെ ഇതുവരെ എൻ്റെ കർത്താവ് നിർത്തി. ഒരു കുഴപ്പവുമില്ല. എൻ്റെ യേശു എന്നെ വിടുവിച്ച്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ ജീവൻ ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് എല്ലാവരോടും എപ്പോഴും പറയുമായിരുന്നു. ഞാൻ എൻ്റെ കർത്താവിനോട്, ഒരു കർത്താവ് നീ എന്നെ നിർത്തിയതെങ്കിൽ നിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ ലോക അന്ത്യം വരെ നിനക്ക് വേണ്ടിയിട്ട് ഓടേണ്ട മകളാ. അതുകൊണ്ട് എന്നെ നീ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കിയേ മതിയാകത്തുള്ളൂ. ഇന്ന് ഞാൻ കർത്താവിന് സാക്ഷിയായിട്ട് നിൽക്കുന്നു. ആ അസുഖം മൊത്തത്തോടെ മാറി. ബ്ലഡിൽ നിന്ന് പോലും എൻ്റെ കർത്താവ് 4 മാസമായപ്പോൾ എടുത്ത് കളഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ല. ഡോക്ടർ പറഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടേ ഞാനിത് ബ്ലഡ് പരിശോധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നിർബന്ധത്തിന് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ പൈസയാണ് പോകുന്നത്, ഡോക്ടർ ഇത് നോക്കണം, എൻ്റെ ഹൃദയത്തിൽ പറയുന്നത് എനിക്കില്ല എന്ന് പറയുന്നത് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി 4ാമത്തെ മാസം ബ്ലഡ് പരിശോധിച്ചപ്പോൾ 3ാമത്തെ ദിവസം വരാൻ പറഞ്ഞ റിപ്പോർട്ട് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നെഗറ്റീവാന്ന് പറഞ്ഞു. ഒരു ഗുളിക പോലും എനിക്ക് തന്നില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞേ അതിൻ്റെ ഒരു ഗുളികയ്ക്ക് 250 രൂപ വിലയാണ്, അത് 6 മാസം കഴിഞ്ഞിട്ടേ തരത്തുള്ളൂ, 6 മാസം കഴിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ ഒരു ഗുളിക പോലും കഴിക്കാതെ എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. കൂടാതെ നാം കേട്ട വചനം, ഈ ലോകത്തിൽ ജയകരമായ ഒരു ജീവിതം, സുഖകരമായ ജീവിതമൊന്നല്ല, അനുഗ്രഹം നിറഞ്ഞ ജയകരമായ ഒരു ജീവിതവും മാത്രമല്ല, ഈ ലോകത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ആ നിത്യജീവനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ്. യേശുക്രിസ്തു ഒരു മതത്തിൻ്റെ ആളല്ല. ഈ തിരുവചനം ഒരു പ്രത്യേക മതത്തിന് വേണ്ടി എഴുതിയതല്ല. സകല ഭൂസീമാവാസികളുമേ വന്ന് കേൾപ്പിയെന്ന വചനം പറയുന്നത്. യേശുവും പറഞ്ഞത് ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെ പോയി സകല ജനതയോടും പറയുന്ന. അപ്പോൾ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഒരു മതത്തിൻ്റെ ഭാഗമാകുന്നതുകൊണ്ടല്ല, ഞാനായിരിക്കുന്ന സ്വർഗീയ വിരുന്നിൻ്റെ ഭാഗമാകുന്നതുകൊണ്ടുമല്ല, ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തൊരു പുതുക്കം സംഭവിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ ലോകം ഇത് തന്നെയാണ്, പ്രതിസന്ധികൾ കാണും, പക്ഷേ ഇനി നമ്മൾ തളരില്ല. യേശു നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊരു പുതുബലധാരികളായി മാറും. നമ്മളതിനെ മറികടന്ന് അപ്പുറേ പോകും. മാത്രമല്ല, മരണവും ഇനി നമ്മളെ പല്ലിളിച്ച് കാണിക്കത്തില്ല, നിന്നെ ഞാൻ വിഴുങ്ങുമെന്ന് പറയത്തില്ല. മരണത്തെ ജയിച്ച ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളതാകയാൽ നിത്യജീവനിലേക്ക് നമ്മളും ഉയർക്കും. ആ പ്രത്യാശ നമുക്ക് ലഭിക്കും. സോ ഇന്നെന്നെ കേൾക്കുന്നവർ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, യേശു ഇപ്പോൾ വിടുവിക്കും. മറ്റെല്ലാ വിഷയത്തിനും പരിഹാരം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങ് പറഞ്ഞു ഭൂമിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. ഇന്ന് അടിയൻ്റെ കൂടെ കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ വിവിധ രാജ്യങ്ങളിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ആത്മാവിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളിന്ന് വിശ്വാസത്താൽ എല്ലാവരും കരം കോർത്തതായി കാണുകയാണ്. ഞങ്ങളീ കരം കോർത്തിരിക്കുന്ന ചില കണ്ണുകളിൽ, ചില ഭവനങ്ങളിൽ വേദനയുള്ളവർ, ഇന്നത്തെ ദിവസത്തിൽ എങ്ങനെ ഞാൻ ജീവിക്കും, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്താവും, എൻ്റെ സാമ്പത്തിക വിഷയം എന്താവും എന്ന് ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. അത്ഭുത വഴി തുറക്കപ്പെടട്ടെ. തടവറകളിലേക്ക് പോകുമെന്ന് പറഞ്ഞവർ തടവറ വാതിലുകൾ തുറക്കട്ടെ. എല്ലാ കേസ് വിധികളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ആ ക്യാൻസർ സൗഖ്യമാകട്ടെ. ആ ബ്ലഡ് കണ്ടീഷൻ നോർമലാകട്ടെ. കർത്താവെ, ഇപ്പോൾ തന്നെ രോഗികൾ അവരുടെ ശരീരത്തിൽ കരം വെച്ചിരിക്കുമ്പോൾ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് തൊടണമേ. ഈ ലോകത്തിൽ ജയകരമായ ജീവിതവും നിത്യജീവിതമുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ കേട്ട ആ സാക്ഷ്യം പോലെ ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം മാറട്ടെ, വിടുതലാകട്ടെ, മാനസിക സംഘർഷങ്ങൾ മാറട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവായ യേശുവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുക, നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ വെബ് ടി വിയിൽ 24 മണിക്കൂർ നമ്മുടെ ഈ സാക്ഷ്യങ്ങളും ഈ ടി വി പ്രോഗ്രാമിൽ കിട്ടാത്ത സാക്ഷ്യങ്ങളും അതിൻ്റെ പൂർണ്ണ രൂപവും നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കണം, HFTV സന്ദർശിക്കണം. കൂടാതെ ഈ ദിവസങ്ങൾ നമ്മുടെ ടി വി പ്രേക്ഷക മീറ്റിങ്ങുകൾ എവിടെയൊക്കെയാണ് നടക്കുന്നതെന്ന് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കും. ആ സ്ഥലങ്ങളിൽ വരണം. എല്ലാവരും മീറ്റിങ്ങുകൾ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളുടെ പത്തനംതിട്ടയിലെ ടി വി പ്രേക്ഷക മീറ്റിങ്ങിൻ്റെ സാക്ഷ്യവും അത്ഭുത വചനങ്ങളും അടുത്ത എപ്പിസോഡുകളിൽ തുടരുകയാണ്. സോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവായ യേശുവിൻ്റെ
ആ ദിവ്യ സമാധാനം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇരിങ്ങാലക്കുടയിൽ സെപ്റ്റംബർ 24 വ്യാഴം. ശുശ്രൂഷകൾ രാവിലെ 10 ടൗൺ ഹാൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി സെൽവം ഓഡിറ്റോറിയം സെപ്റ്റംബർ 25 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തൃശൂർ ജില്ലയിലെ കൊടകരയിൽ സെപ്റ്റംബർ 26 ശനി, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. ശുശ്രൂഷകൾ രാവിലെ 10. ഒത്തിരി ചിരിയും ഒത്തിരി കളിയും ഒരുപാട് പാട്ടുകളുമായി ഹെവൻലി ഫീസ്റ്റ് VBS 2015 ദോഹയിൽ സെപ്റ്റംബർ 23, 24, 26 തീയതികളിൽ ദോഹ ആംഗ്ലിക്കൻ ചർച്ചിന്റെ എഫെസസ് ഹാളിൽ രാവിലെ 10 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ. നിങ്ങളുടെ കുട്ടികളുടെ പേർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 33267191. बहते हुए खून की धार क्रूज से देखो आती है. बहते हुए खून की धार, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. चरणों में आकर हाथ उठाकर करते हैं तेरे